Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ 2-ലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെഡ്ജ് ഫ്രിക്ഷൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ വെഡ്ജ് ഫ്രിക്ഷൻ്റെ ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഇച്ചിരി ലെങ്തിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരുമിച്ച് എഴുതി പോകണം. അതേപോലെ ഈ പ്രോബ്ലത്തിൽ കുറച്ച് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാനുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2 blocks capital A and B are resting against a wall and a floor as shown in figure. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലോർ ഉണ്ട്, സൈഡിലൊരു വാളുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 2 ബ്ലോക്ക് എയും ബിയും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന ആ ഒരു വെഡ്ജ് ബ്ലോക്ക്, ഇതാണ് ബി എന്ന് പറയുന്ന ആ ഒരു വെഡ്ജ് ബ്ലോക്ക്. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് പി അപ്ലൈഡ് ടു ദ ലോവർ ബ്ലോക്ക് ഫോർ വിച്ച് ദ സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ലോവർ ബ്ലോക്കിൽ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ഏത് റേഞ്ചിൽ അപ്ലൈ ചെയ്താൽ ഈ ഒരു ഫുൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഇപ്പോൾ എയും ബിയും അടങ്ങുന്ന ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. അതായത് എയും ബിയും അറ്റ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും, എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ഉൾപ്പെടെ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലെക്കാളും ചെറിയൊരു പി ആണ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ വെയിറ്റ് കൊണ്ട് എ താഴത്തേക്ക് വരും, എ താഴത്തേക്ക് വരുന്നതനുസരിച്ച് ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തിന് ആവശ്യമായിട്ടുള്ള പിയിനേക്കാളും കൂടുതൽ പി ഫോഴ്സ് നമ്മൾ ഈ ബി എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് വരും, കറസ്പോണ്ടിങ്ലി എ എന്ന് പറയുന്ന ബ്ലോക്ക് അപ്പ് സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പി അപ്ലൈ ചെയ്യാനുള്ള റേഞ്ചാണ്. അതായത് ഈ സിസ്റ്റം ഇതുപോലെ നിലനിർത്താൻ വേണ്ടി പി എവിടെ മുതൽ എവിടെ വരെ അപ്ലൈ ചെയ്യാം. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.25 അറ്റ് ദ ഫ്ലോർ. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറയുന്ന ബ്ലോക്കും ഫ്ലോറുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് 0.25 ആണ്. അതേപോലെ 0.3 അറ്റ് ദ വാൾ, ഈ എ എന്ന് പറയുന്ന ബ്ലോക്കും വാളുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ജംഗ്ഷനിലെ ഫ്രിക്ഷൻ എത്രയാണ്? 0.3 ആണ്. അതേപോലെ 0.2 ബിറ്റ്വീൻ ദ ബ്ലോക്ക്, എയും ബിയും തമ്മിൽ സ്ലിപ്പ് ചെയ്യുന്ന ഈ ഒരു സർഫസിൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് 0.2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ ദ മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇതുപോലെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു ഇക്വിലിബ്രിയം ഫോഴ്സ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇക്വിലിബ്രിയം ഫോഴ്സിനേക്കാളും മിനിമം ലെസ്തർ ആയിട്ടുള്ള ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എ എന്ന് പറയുന്ന ബ്ലോക്ക് അത് വെയിറ്റ് കൊണ്ട് താഴത്തേക്കും വരും, ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യപ്പെടും. ഇഫ് applied force is less than the minimum force required to keep the system in equilibrium, then the block A will move downwards and the block B will move towards right. ഇനി ഓപ്പോസിറ്റ് ആയിട്ട് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് മോർ ദാൻ എ സർട്ടൻ വാല്യൂ, ഇക്വിലിബ്രിയം വാല്യൂവിനേക്കാളും മോഡലാണ് നമ്മൾ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് പോകും, കറസ്പോണ്ടിംഗ്ലി എ എന്ന് പറയുന്ന ബ്ലോക്ക് അപ്വേർഡ്സ് ലിഫ്റ്റ് ചെയ്യപ്പെടും. ബ്ലോക്ക് എ വിൽ മൂവ് അപ്വേർഡ്സ് ആൻഡ് ദ ബ്ലോക്ക് ബി വിൽ മൂവ് towards left. The minimum value of P is the force required to prevent the block A from moving down, and the maximum value of P is the force required to just move the block upwards. Okay, ഇപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 കണ്ടീഷൻസ് ആണ് എടുക്കേണ്ടത്. ഒന്ന് കേസ് 1. കേസ് 1ൽ എന്താണ്? കേസ് 1ൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്കും എ എന്ന് പറയുന്ന ബ്ലോക്ക് ഡൗൺവേർഡ്സും ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള പി എത്രയാണ്? ഓക്കെ, ഇനി അടുത്ത കേസ് 2ൽ നമ്മൾ എടുക്കുന്നത് ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്കും എ എന്ന് പറയുന്ന ബ്ലോക്ക് അപ്വേർഡ്സും പോകാൻ വേണ്ടിയിട്ട് ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഈ 2 കേസ് എടുത്തിട്ട് നമ്മൾ 2 പി വാല്യൂ കണ്ടുപിടിക്കുക. ആ റേഞ്ചാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് പി എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ കേസ് നമ്പർ 1 എടുക്കാം. കേസ് നമ്പർ 1ൽ ബ്ലോക്ക് ബി മൂവ്സ് റൈറ്റ് ആൻഡ് ബ്ലോക്ക് എ മൂവ്സ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ 2 കേസുകളാണ് ഇവിടെ പോസിബിൾ. ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് ചെറുതാണെങ്കിൽ ഈ ബി ഇങ്ങോട്ടേക്ക്
അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് ചെറുതാണെങ്കിൽ എ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ വെയിറ്റ് കൊണ്ട് ഏത് താഴത്തേക്ക് മൂവ് ചെയ്യും, കറസ്പോണ്ടിങ്ങിൽ ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മൾ കേസ് 1 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കേസ് 1നെ വെച്ചിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, അതിൻ്റെ അകത്തുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, കേസ് 1 ബി മൂവ്സ് റൈറ്റ് ആൻഡ് എ മൂവ്സ് ഡൗൺവേർഡ്സ്. അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ആദ്യം എ എന്ന് പറയുന്നതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ വെയിറ്റ് 1000 ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള റിയാക്ഷൻ, ഇവിടുത്തെ റിയാക്ഷന് നമുക്ക് R1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി കറസ്പോണ്ടിങ്ങിലി നമ്മൾ എടുത്തേക്കുന്ന കേസ് എന്താണ്, എ എന്ന് പറയുന്ന ബ്ലോക്ക് ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ. സോ എന്തായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതിനെ നമുക്ക് μ1 R1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്തായിരിക്കും, ഈ എയും ബിയും തമ്മിലുള്ള കോൺടാക്ട് സർഫസിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതിനെ R2 എന്ന് മാർക്ക് ചെയ്യാം. റിയാക്ഷൻ ഫോഴ്സിനെ R2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറയുന്ന ഫോഴ്സ് എന്താണെങ്കിലും എ എന്ന് പറയുന്ന ബ്ലോക്ക് ഡൗൺവേർഡ്സ് ആയിരിക്കും വരുന്നത്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ μ2 R2 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എ എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. ഈ കാണുന്നതാണ് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇവിടെ ഒരു റിയാക്ഷൻ R1, ഫ്രിക്ഷൻ μR1, സെൽഫ് വെയിറ്റ് 1000, ഇവിടെയുള്ള റിയാക്ഷൻ R2, ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് μ2 R2. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ആംഗിൾ വേണം. ആംഗിൾ കിട്ടാനായിട്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് R2 ആക്ട് ചെയ്യുന്നത്, ഈ സർഫസിന് പാരലായിട്ടാണ് μR2 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 60 ഡിഗ്രിയാണ് അല്ലേ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്നത് ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതും മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഇതും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം, ഈ ഒരു സർഫസും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ ഈ ഒരു സർഫസും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ്, ഈ ഒരു ലൈനും മൊത്തത്തിൽ പെർപെൻഡിക്കുലറാണ്, സോ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്തിട്ട് വരക്കാം. റിസോൾവ് ചെയ്തിട്ട് വരക്കുമ്പോൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്ന ഒരു 1000 ഉണ്ട്. 1000 വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വെർട്ടിക്കലി അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്ന μ1 R1 ഉണ്ട്. അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്ന μ1 R1, പിന്നെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന R1 ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന R1. ഇത്രയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ഫോഴ്സ്, ഇതൊരു ഇൻക്ലൈൻഡ് ഫോഴ്സാണ്, ഹൊറിസോണ്ടലായിട്ട് 60 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ μ2 R2 ആണ് ഇൻക്ലൈൻഡ് ഫോഴ്സ്, അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അങ്ങ് റിസോൾവ് ചെയ്യാം. അപ്പോൾ μ2 R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് μ2 R2 കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് μ2 R2 സൈൻ തീറ്റ. ഇനി അടുത്തത് ഈ ഒരു R2 ആണുള്ളത്, അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. R2 അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. ഇനി ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് R2 കോസ് 30, വെർട്ടിക്കൽ കമ്പോണൻറ്റ് R2 സൈൻ 30. അപ്പോൾ ഇതാണ് നമുക്ക് റിസോൾവ് ചെയ്ത് കിട്ടിയേക്കുന്ന ഫിഗർ. ഇനി നമുക്കറിയേണ്ട കാര്യം ഈ μ1 μ2 എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ വോളും ബ്ലോക്ക് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് μ1. അപ്പോൾ μ1 0.3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. μ2 എന്ന് പറയുമ്പോൾ എ ബ്ലോക്കും ബി ബ്ലോക്കും തമ്മിലുള്ള സർഫസിൽ വരുന്ന ഫ്രിക്ഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ μ2 ആയിട്ട് എടുത്തേക്കുന്നത്. μ2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം തെറ്റാതെ കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. μ1 0.3യും μ2 0.2 ആണ്. ഇനി നമുക്ക് σFy എഴുതാം. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. ഇതൊരെണ്ണം അപ്വേർഡ് ഫോഴ്സ് ആണ്, ഇതൊരെണ്ണം അപ്വേർഡ് ഫോഴ്സ് ആണ്, ഇതൊരെണ്ണം അപ്വേർഡ് ഫോഴ്സ് ആണ്. ഒരൊറ്റ ഡൗൺവേർഡ് ഫോഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, R2 സൈൻ 30 പ്ലസ് μ1 R1 പ്ലസ് μ2 R2 സൈൻ 60 മൈനസ് 1000 ഇസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ 1000നെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ പോസിറ്റീവ് 1000 ആവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ R1ൻ്റെ വാല്യൂ എടുത്ത് ആദ്യം എഴുതാം. R1ൻ്റെ വാല്യൂ μ1 R1 ആണ്, μ1ൻ്റെ വാല്യൂ 0.3 ആണ്. അപ്പോൾ 0.3 R1 പ്ലസ് ഇനി R2ൻ്റെ വാല്യൂ എല്ലാം ഒരുമിച്ച് എഴുതാം. R2ൻ്റെ വാല്യൂവിൽ രണ്ടിലും R2 കോമൺ ആണ്. അപ്പോൾ R2 കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് സൈൻ 30 വരും. സൈൻ 30 പ്ലസ്
ഇവിടെ ഉള്ളത് μ2 ആണ്. μ2ൻ്റെ വാല്യൂ 0.2 ആണ്. 0.2 ഇൻറ്റു സൈൻ 60 ആണ്. അതുപോലെ എഴുതി സി ഈക്വൽ ടു 1000. ഇനി 0.3 R1 അതുപോലെ എഴുതി പ്ലസ് ഇത് ഇത്രയും സോൾവ് ചെയ്യുക. ഇത് ഇത്രയും കാൽക്കുലേറ്ററിൽ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.673 എന്ന് കിട്ടും. ദെർഫോർ 0.673 R2 ഇസ് ഈക്വൽ ടു 1000. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. ഇനി അടുത്തത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, റൈറ്റിലേക്ക് പോകുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്, R1ഉം μ2 R2 cos 60. ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, R2 cos 30. അപ്പോൾ അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, R1 പ്ലസ് μ2 R2 cos 60 മൈനസ് R2 cos 60 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? R1 നമ്മൾ അതുപോലെ എഴുതി. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും R2 കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ R2 പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ μ2 വരും. μ2ൻ്റെ വാല്യൂ 0.2 ഇൻറ്റു cos 60 അതുപോലെ എഴുതി മൈനസ് R2 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി cos 30 ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ടേം സോൾവ് ചെയ്യുക. അപ്പോൾ R1 അതുപോലെ എഴുതി പ്ലസ് ഈ ഒരു ടേം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 0.766 R2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി പ്ലസ് ആണ്, പക്ഷേ ഈ ടേം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 0.77 R2 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്, R1 മൈനസ് 0.766 R2 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. നമുക്ക് എന്ത് എഴുതാം? ഈ മൈനസ് ടേമിന് ഈക്വൽ ടു എന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ദെർഫോർ R1 ഇസ് ഈക്വൽ ടു 0.766 R2 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താണ് ചെയ്യാവുന്നത്? നമുക്കിത് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് R1ൻ്റെ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അതിൽ R1ന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 0.766 R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0.3 അതുപോലെ തന്നെ 0.673 R2 അതുപോലെ ഇസ് ഈക്വൽ ടു 1000. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.9028 R2 is equal to 1000 എന്ന് കിട്ടും. Therefore R2 is equal to 1000 divided by 0.9028. സോൾവ് ചെയ്യുമ്പോൾ 1107.66 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ റിയാക്ഷൻ R2 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R1ൻ്റെ ഇക്വേഷൻ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് R1 കിട്ടും. ഫ്രം ഇക്വേഷൻ നമ്പർ 2 വി ഹാവ് R1 is equal to 0.766 R2, 0.766 ഇൻറ്റു R2ൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1 is equal to 848.47 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് R1 R2 കിട്ടി. സിമിലർലി എന്ത് ചെയ്യാം? ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ബ്ലോക്ക് ബി എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കണം. അപ്പോൾ വീണ്ടും നമ്മുടെ ഫിഗറിലേക്ക് പോവാം. ഇതാണ് ബി എന്ന് പറയുന്ന ബോഡി. ബി എന്ന് പറയുന്ന ബോഡിയിൽ ഇവിടെ ഒരു റിയാക്ഷൻ R3 ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് P ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെൽഫ് വെയിറ്റ് 500 ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓൾറെഡി ഇവിടെ നിന്നുള്ള റിയാക്ഷൻ R2 ആണ്, അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേസ് നമ്പർ 1 നമ്മൾ എടുത്തത് എ എന്ന് പറയുന്ന ബോഡി ഡൗൺവേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ബോഡി റൈറ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ μ3 R3 എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും ഇവിടെ ഈ ഒരു സർഫസിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും അതേപോലെ വരും. അപ്പോൾ ബോഡി റൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും μ2 R2. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ബ്ലോക്ക് ബി. ഇതാ നമ്മുടെ ബ്ലോക്ക് വരച്ചു. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രിയാണ്. സെൽഫ് വെയിറ്റ് 500 ന്യൂട്ടൺ, ആക്ട് ചെയ്യുന്ന ലോഡ് P, ഇവിടെയുള്ള റിയാക്ഷൻ R3, ഇത്രയും കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ. അപ്പോൾ ബി റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദെർഫോർ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് μ3 R3. ഇനി ഇവിടെയുള്ള റിയാക്ഷൻ എയും ബിയും തമ്മിലുള്ള റിയാക്ഷൻ R2 ആണ്, അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡൗൺവേർഡ്സ് ആയിട്ട് μ2 R2. ഓക്കെ, ഇത്രയും ഫോഴ്സാണ് വരുന്നത്. ഇനി നമുക്കറിയാം ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തായിരിക്കും? ഇതും മേക്ക് ചെയ്യുന്ന ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമുക്കിത് ഈ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. പാരലൽ ലൈൻ, ഇത് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് രണ്ടും കൂടി മേക്ക് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഫോഴ്സിനെയൊക്കെ ഒന്ന് റിസോൾവ് ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയത് ഇവിടെ ഒരു 500 ഉണ്ട്, 500 മാർക്ക് ചെയ്തു. ഇനി അപ്വേർഡ്സ് ഒരു R3 ഉണ്ട്,
ഇത് R3 മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു P ഉണ്ട്, ഇത് P മാർക്ക് ചെയ്തു. ഇത്രയും ഫോഴ്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി. ഇനി നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള ഫോഴ്സുകൾ ഇതാ R2 ഉണ്ട്. R2 ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന 30 ഡിഗ്രിയാണ്. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതിനെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുമ്പോൾ R2 cos 30 എക്സ് ആക്സിസിൽ വരും, R2 sin 30 വൈ ആക്സിസിൽ വരും. ഇനി അടുത്ത നമുക്ക് ഈ ഒരു ഫോഴ്സാണ് വരുന്നത് μ2 R2. അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ μ2 R2 ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ μ2 R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് μ2 R2 cos 60, വെർട്ടിക്കൽ കമ്പോണൻറ്റ് μ2 R2 sin 60. അപ്പോൾ എല്ലാ ഫോഴ്സിനെയും നമ്മൾ ഇതിനകത്ത് റിസോൾവ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് എളുപ്പമുണ്ട് സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് വൈ is equal to 0. ഏത് കണ്ടീഷൻ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യം സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആയിട്ട് ഒരു R3 ഉണ്ട്. അപ്പോൾ R3 ഇനി അടുത്ത ഡൗൺവേർഡ് ആണ്. അപ്പോൾ മൈനസ് μ2 R2 sin 60. ഇനി അടുത്തത് വീണ്ടും ഡൗൺവേർഡ് ആണ്. സോ മൈനസ് R2 sin 30. ഇനി അടുത്ത വീണ്ടും ഡൗൺവേർഡ് ആണ്. മൈനസ് 500 is equal to 0. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഇതിൻ്റെ R3 മാത്രമാണ് അൺനോൺ ഉള്ളത് അല്ലേ. അപ്പോൾ അതിനെ ലെഫ്റ്റിലിടുക, ബാക്കി എല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 500 റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് 500 ആയി. ഇനി അടുത്ത് മൈനസ് μ2 R2 sin 30 ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് ആയി, ഇതും പ്ലസ് ആയി. ഓക്കെ, ഇനി നമുക്കറിയാം μ2ൻ്റെ വാല്യൂ 0.3യും μ3യുടെ വാല്യൂ 0.25 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ബി എന്ന് പറയുന്ന ബ്ലോക്കും ഫോറുമായിട്ട് മേക്ക് ചെയ്യുന്ന μ എന്ന് പറഞ്ഞാൽ 0.25 ആണ്. μ2 ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ എഴുതിയതായിരുന്നു. അപ്പോൾ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 500 അതുപോലെ എഴുതി. μ2ൻ്റെ വാല്യൂ 0.2. R2 നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു 1107.6. sin 60 അതുപോലെ എഴുതി. പ്ലസ് R2 നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു sin 30. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R3 is equal to 1245.68 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം? സിഗ്മ എഫ് എക്സ് is equal to 0. സിഗ്മ എഫ് എക്സ് is equal to 0 എന്ന് പറയുമ്പോൾ റൈറ്റിലേക്കുള്ളത് പോസിറ്റീവ്. ഇതാ ഒറ്റ ഫോഴ്സ് റൈറ്റിലേക്കുള്ളൂ. R2 cos 30 ആണ്. ലെഫ്റ്റിലേക്ക് μ2 R2 cos 60 ഉണ്ട്, P ഉണ്ട്, μ3 R3 ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ഈ രീതിയിൽ വന്നു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് P ആണ്. അപ്പോൾ ഈ Pനെ മാത്രം റൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ P റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് P ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി ഇത് അതുപോലെ തന്നെ എഴുതുക. R2 cos 30 മൈനസ് μ2 R2 cos 60 മൈനസ് μ3 R3 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് എല്ലാം അറിയാമല്ലോ. R2ൻ്റെ വാല്യൂ അറിയാം, μ2ൻ്റെ വാല്യൂ അറിയാം, μ3യുടെ വാല്യൂ അറിയാം, R3 തൊട്ടുമുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് P കിട്ടും. P is equal to 537.05 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസ് 1 എന്തായിരുന്നു? കേസ് 1 നമ്മളെടുത്ത അസംഷൻ ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്കും എ എന്ന് പറയുന്ന ബ്ലോക്ക് അപ്വേർഡ്സും മൂവ് ചെയ്താൽ ആവശ്യമായിട്ടുള്ള മിനിമം പി നമുക്ക് കിട്ടി. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കേസ് 2. ഇപ്പോൾ നമ്മളെടുത്തത് എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴത്തേക്കും ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്കും വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പി ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് കേസ് 2 എടുക്കാം. കേസ് 2ൽ നമ്മളിവിടെ പി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കും കറസ്പോണ്ടിങ്ങിൽ എ എന്നുള്ളത് അപ്വേർഡ്സും മൂവ് ചെയ്യും അല്ലേ. ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ എ എന്ന് പറയുന്ന ബ്ലോക്ക് അപ്വേർഡ്സും മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലുള്ള ഫിഗറാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുവാണ്. അപ്പോൾ വീണ്ടും ആദ്യം എന്ത് ചെയ്യുക? എ എന്ന് പറയുന്നതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്യുക. ഇതാണ് അതിൻ്റെ സെൽഫ് വെയിറ്റ്. ഇവിടെയുള്ള റിയാക്ഷൻ R1 ആയിട്ട് അടുത്തത്, ഇവിടെയുള്ള റിയാക്ഷൻ R2 ആയിട്ട് അടുത്ത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കേസ് 2ൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വെഡ്ജ് താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ μ1 R1ഉം ഇവിടുത്തെ ഫ്രിക്ഷൻ മുകളിലേക്ക് μ2 R2ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേസ് നമ്പർ 2, ദ ബ്ലോക്ക് ബി മൂവ്സ് ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് ബ്ലോക്ക് എ മൂവ്സ് ടുവേർഡ്സ് അപ്പ്. കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് എ. ബ്ലോക്ക് എ വരച്ചിട്ടുണ്ട്. ബ്ലോക്ക് എയിൽ ആദ്യം അതിൻ്റെ സെൽഫ് വെയിറ്റ്, ഇവിടുത്തെ റിയാക്ഷൻ R1, ഇവിടുത്തെ റിയാക്ഷൻ R2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ബ്ലോക്ക് എ താഴത്തേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ ഫ്രിക്ഷൻ ബ്ലോക്ക് എ അപ്വേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഈ വെഡ്ജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് എ അപ്വേർഡ്സ്. ഓക്കെ, ബ്ലോക്ക് എ അപ്വേർഡ്സ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് താഴത്തേക്കായിരിക്കും. μ1 R1 ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യും. അതേപോലെ ഇവിടുത്തെ μ2 R2 ഡൗൺവേർഡ്സ് ആയിരിക്കും, അതും ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. ഓക്കെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ.
അപ്പോൾ കറസ്പോണ്ടിങ്ലി ഇതും ഹൊറിസോണ്ടൽ ഈ ആംഗിൾ 60 ആയിരിക്കും. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും. കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനൊന്ന് റിസോൾവ് ചെയ്ത് എഴുതാം. അപ്പോൾ റിസോൾവ് ചെയ്യാനായിട്ട് ഇവിടെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഇനി ആദ്യം നമുക്ക് ഈ 1000 മാർക്ക് ചെയ്യാം. 1000 ഡൗൺവേർഡ്സ് മാർക്ക് ചെയ്തു. അടുത്തത് μ1 ഡൗൺവേർഡ്സ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഈ ഒരു റിയാക്ഷൻ മാർക്ക് ചെയ്യാം. അത് റൈറ്റിലേക്ക് R1 മാർക്ക് ചെയ്തു. ഇത്രയും നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈ R2 മാർക്ക് ചെയ്യാം. R2 30 ഡിഗ്രിയിലാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ R2 എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രിയിലാണ് മേക്ക് ചെയ്യുന്നത്. ഇനി അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻ്റായിട്ട് R2 cos 30 വരും, വൈ കമ്പോണൻ്റ് R2 sin 30 വരും. ഇനി അടുത്തത് ഈ ഒരു ഫോഴ്സാണ് μ2 R2. അത് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടലാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് μ2 R2 cos 60, വൈ കമ്പോണൻറ്റ് μ2 R2 sin 60. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിഗർ വരച്ചു. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് μ2ഉം μ1ഉം ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് μ2ഉം μ1ഉം, μ2 0.2ഉം μ1 0.3 ആണ്. ഓക്കെ, ഇതിൽ μ1 ഏതായിരുന്നു, വോളും എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഫ്രിക്ഷൻ. μ2 എന്ന് പറഞ്ഞാൽ എയും ബിയും വെഡ്ജ് തമ്മിലുള്ള ഫ്രിക്ഷൻ. അപ്പോൾ സിഗ്മ FI = 0. സിഗ്മ FI = എന്ന് പറയുമ്പോൾ അപ്വേർഡ് പോസിറ്റീവ്, ബാക്കി എല്ലാം ഡൗൺവേർഡാണ്. അപ്പോൾ ഇത് 3 നെഗറ്റീവ്. R2 sin 30 മൈനസ് μ2 R2 sin 60 മൈനസ് μ1 R1 മൈനസ് 1000 = 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ -1000 റൈറ്റിലേക്ക് എടുക്കുക. അതേപോലെ R2 ഈ രണ്ട് ഇക്വേഷനിലും കോമൺ ആണ്, ഈ രണ്ട് ടേമിലും. അപ്പോൾ R2 പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ sin 30 വരും, മൈനസ് μ2ന് പകരം 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.2 ഇൻറ്റു sin 60 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്തത് ഈ ടേം മൈനസ് μ1ൻ്റെ വാല്യൂ 0.3 ആണ്. അപ്പോൾ 0.3 ഇൻറ്റു R1 = -1000 റൈറ്റിലേക്ക് പോയപ്പോൾ +1000 ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് സോൾവ് ചെയ്യുക. ഇതൊന്ന് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് R2 ഇൻറ്റു 0.327 മൈനസ് 0.3 R1 = 1000. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് ഇടും. ഇനി സിമിലർലി സിഗ്മ x = 0. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, ഈ ഒരു R1 മാത്രമാണ് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് 2 ഫോഴ്സ് ഉണ്ട്. അപ്പോൾ സിഗ്മ FX = 0. ഇക്വേഷൻ വരുന്നത് R1 മൈനസ് μ2 R2 cos 60 മൈനസ് R2 cos 30 = 0 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് R1 അതേപോലെ ഇപ്പുറത്തിടാം. ഈ രണ്ട് മൈനസ് ടേമും റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പോസിറ്റീവ് μ2 R2 cos 60 വരും. ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് R2 cos 30 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ടേമിൽ രണ്ടിടത്തും R2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ R2 പുറത്തേക്ക് എടുത്താൽ ഇവിടെ എന്ത് വരും, μ2 cos 60 ആണ്. μ2ൻ്റെ വാല്യൂ 0.2 ഇൻറ്റു cos 60 പ്ലസ് ഈ ഒരു ടേമിൽ നിന്ന് R2 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി cos 30. ഇനി എന്ത് ചെയ്യുക, ഇത് ഇത്രയും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R1 ആണ്, R1 = 0.966 R2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷനായിട്ട് എഴുതാമല്ലോ, R1 = 0.966 R2 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. ഈ ഇക്വേഷനിൽ R1ന് പകരം ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 3, R2 ഇൻറ്റു 0.327 മൈനസ് 0.3 R1 എന്നായിരുന്നു ഇക്വേഷൻ. അപ്പോൾ 0.3 R1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.966 R2. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. 0.327 മൈനസ് ഈ ഒരു വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0372 R2 = 1000. ഇവിടെ നിന്ന് R2 കണ്ടുപിടിക്കാമല്ലോ. therefore R2 = 1000 ഡിവൈഡഡ് ബൈ 0.0372. സോൾവ് ചെയ്യുമ്പോൾ R2 = 26,881 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ R2 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R1 കിട്ടും. അപ്പോൾ R1 = 0.966 R2 ആണ്. 0.966 ഇൻറ്റു R2ൻ്റെ വാല്യൂ 26,881. സോൾവ് ചെയ്യുമ്പോൾ R1 = 25,967 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്തതെന്താണ്, എ എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തത്. ഇനി നേരെ നമുക്ക് ബി എന്ന് പറയുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കണം. ഓക്കെ, അപ്പോൾ കേസ് 2 ആണ്. കേസ് 2ൽ നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ, ഇവിടെ ഒരു പി ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് എടുത്തേക്കുന്നത്. ഇവിടെ സെൽഫ് വെയിറ്റ് ഉണ്ട്, ഇവിടുത്തെ റിയാക്ഷൻ R3 ആണ്, ഇവിടുത്തെ റിയാക്ഷൻ R2 ആണ്. ഇനി ബി എന്ന് പറയുന്ന ബോഡി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ μ3 R3 ഇവിടെ വരും.
ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് μ2 R2 എന്നും വരും. ഇതായിരിക്കും ഫ്രീ ബോഡി ഡയഗ്രം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ബി. ഇപ്പോൾ ബ്ലോക്ക് ബി വരച്ചു. ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി, ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ഫോഴ്സ് പി, ഇതിൻ്റെ സെൽഫ് വെയിറ്റ് 500, ഇവിടുത്തെ റിയാക്ഷൻ R3, ഇത്രയും നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുത്തെ റിയാക്ഷൻ R2. ഇനി നോക്കിക്കേ, ഈ ബ്ലോക്ക് ബി ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കേസ് 2 നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ അതാണ്, ബ്ലോക്ക് ബി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് μ3 R3 റൈറ്റിലേക്കായിരിക്കും. അതേപോലെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് μ2 R2 റൈറ്റ് അപ്വേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ആംഗിൾ 60 ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഈ ആംഗിൾ 60 ആയിരിക്കും. ഇനി മൊത്തത്തിൽ 90 ആയതുകൊണ്ട് ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി എന്ത് ചെയ്യുക, ഇതിനൊന്ന് റിസോൾവ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ആദ്യം നമുക്ക് ഈ 500 ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. അപ്പോൾ 500 ഡൗൺവേർഡ്സ്. ഇനി അടുത്തത് R3 അപ്വേർഡ്സ്. ഇനി അടുത്തത് പി ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് പി. ഇത്രയും ഫോഴ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. ഇനി അടുത്തത് ഈ R2 മാർക്ക് ചെയ്തു. R2 ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ R2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് R2 cos 30യും വെർട്ടിക്കൽ കമ്പോണൻറ്റ് R2 sin 30യും ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഫോഴ്സ് μ2 R2 മാർക്ക് ചെയ്യാം. അപ്പോൾ μ2 R2 എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് μ2 R2 cos 60, ഇവിടെ μ2 R2 sin 60. ഓക്കെ, അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്തിട്ട് എഴുതി. ഇനി അടുത്തെന്താണ്, സിഗ്മ Fy = 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് = 0. അപ്വേർഡ്സ് 2 ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് R3 പ്ലസ് μ2 R2 sin 60. ഇനി അടുത്ത് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് മൈനസ് R2 sin 30, വീണ്ടും ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് -500 = 0. ഇതിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാം, R3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി μ2 R2 ഒക്കെ നമുക്കറിയാം. അപ്പോൾ R3 ലെഫ്റ്റിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിയെല്ലാം റൈറ്റിലേക്ക് പോയി. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് 500, ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് R2 sin 30. ഇനി അടുത്തത് ഇത് പോസിറ്റീവ് ആയിരുന്നു, റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് μ2 R2 sin 60. ഓക്കെ, ഇനി 500 അതുപോലെ എഴുതി. പ്ലസ് R2 നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് 26881 ഇൻറ്റു sin 30 മൈനസ് μ2ൻ്റെ വാല്യൂ 0.2 ആണ്, R2 26881. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേസ് നമ്പർ 1ൽ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന R1ഉം R2ഉം എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് കേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് കേസിൽ കണ്ടുപിടിച്ച R1ഉം R2ഉം വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ R3 = 9284 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് സിഗ്മ Fx = 0 ആണ്. ഇതിൻ്റെ അത് റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഈ 3 വാല്യൂം പോസിറ്റീവ് ആയിട്ട് എഴുതുക. ഒരെണ്ണേ നെഗറ്റീവ് ഉള്ളൂ, അത് പി ആണ്. ഇക്വേഷൻ എന്തെന്ന് വരും, R2 cos 30 പ്ലസ് μ3 R3 പ്ലസ് μ2 R2 cos 60 മൈനസ് P = 0. ഇപ്പോൾ പി മാത്രം റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എങ്ങനെ എഴുതാം, P = ബാക്കി ഈ എഴുതിയ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതുക. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അറിയാം, R2 നമുക്കറിയാം 26881 ഇൻറ്റു cos 30 പ്ലസ് μ3യുടെ വാല്യൂ 0.25, R3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 9284.6 പ്ലസ് μ2ൻ്റെ വാല്യൂ 0.2, R2ൻ്റെ വാല്യൂ 26881 ഇൻറ്റു cos 60. സോൾവ് ചെയ്യുമ്പോൾ P = 28,300 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് പിയുടെ റേഞ്ച് കണ്ടുപിടിക്കാനാണ് അല്ലേ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് P അപ്ലൈഡ് ടു ദ ലോവർ ബ്ലോക്ക് ഫോർ വിച്ച് ദ സിസ്റ്റം റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇതേപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ഏത് റേഞ്ചിൽ അപ്ലൈ ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസായിട്ടാണ് നമ്മളതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ പിക്ക് കൊടുക്കാവുന്ന മിനിമം വാല്യൂ 537.05 ന്യൂട്ടണും പിക്ക് കൊടുക്കാൻ പറ്റിയ മാക്സിമം വാല്യൂ 28,300 ന്യൂട്ടണുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പി എത്ര കൊടുത്താലും 28,300ഉം മറ്റേത് 537. അപ്പോൾ P = 537 to 2833 ന്യൂട്ടൺ. ഈ റേഞ്ചിൽ എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ എയും ബിയും എന്ന് പറയുന്ന വെഡ്ജ് അതേപോലെ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. 557 താഴെ നമ്മൾ അപ്ലൈ ചെയ്താൽ
ബി എന്ന് പറയുന്ന ബ്ലോക്ക് റൈറ്റിലേക്ക് ചാടിപ്പോവും, എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴത്തേക്കും ചാടിപ്പോവും. ഇനി ഈ വാല്യൂവിനേക്കാളും കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ ബി എന്ന് പറയുന്ന ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് ചാടിപ്പോവും, എ എന്ന് പറയുന്ന ബ്ലോക്ക് മുകളിലേക്ക് ചാടിപ്പോവും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യാം. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇതാണ് നമുക്ക് ഈ വെഡ്ജിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു മാക്സിമം ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലമാണ്. കറക്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഫോഴ്സ് റിസോൾവ് ചെയ്ത് എഴുതിയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.